ജയേന്ദ്രൻ സാർ, താങ്കളുടെ മറുപടി, അതായത് തന്ത്രി പ്രധാനമായും ഉന്നയിച്ച ആക്ഷേപം, ഇത് ഈ അറസ്റ്റിന് പിന്നിൽ കൃത്യമായ ഒരു തീരുമാനമുണ്ട്, ഒരു പകപോക്കലുണ്ട്, അതാണ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത് എന്നാണ്. അങ്ങനെ അല്ലെങ്കിൽ ഈ അറസ്റ്റിന് ഒരു കാരണമുണ്ടാകണം, അത് തെളിയിക്കാനുള്ള രേഖകളോ തെളിവുകളോ ഉണ്ടാകണം. ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും തന്ത്രിയെ നേരിട്ട് ബന്ധപ്പെടുത്താവുന്ന എന്തെങ്കിലും ഒന്ന് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങളുടെ ഒന്നും തന്നെ ഇതിനെ തടയാനോ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാകാനോ പറ്റുന്ന ഒന്നല്ല എന്നാണ് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ചോദ്യത്തിന്, താങ്കളുടെ ചോദ്യത്തിന് ഗോപകൃഷ്ണൻ ഭാഗികമായി ശ്രീജിത്ത് പണിക്കർ തന്നെ മറുപടി പരോക്ഷമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. കാരണം ഞാൻ ഈ ബെയിലിനെ കുറിച്ച് പറഞ്ഞ ഒരു വാദഗതി ഖണ്ഡിക്കാനായിട്ട് ആണ് അദ്ദേഹം അത് പറഞ്ഞതെങ്കിലും ഈ അൺകണ്ടീഷണൽ അല്ല ബെയിൽ, കണ്ടീഷണലാണ്. എന്തുകൊണ്ടാണ്? പിന്നെ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം എന്ന് പറയുന്നത് തെഫ്റ്റാണ്, സാമ്പത്തിക കുറ്റകൃത്യങ്ങളുണ്ട്, അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ തന്ത്രി ചെയ്തെന്ന് പിന്നെ കോടതി പറയുന്നില്ല, തന്ത്രി ചെയ്തിട്ടില്ല എന്നും കോടതി പറയുന്നില്ല. പക്ഷേ കണ്ടീഷണലായിട്ട് ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ട്രയലിലാണല്ലോ വരേണ്ടത് സ്വാഭാവികമായിട്ടും. അതാണല്ലോ എൻ്റെ പിന്നെ നിയമവ്യവസ്ഥ അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ പ്രതി ചേർക്കപ്പെട്ടത്? താങ്കൾ ചോദിക്കുന്നു അത് രാഷ്ട്രീയം കൊണ്ടാണോ? രാഷ്ട്രീയം കൊണ്ടാണോ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിൻ്റെ അദ്ദേഹം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്ലീയിൽ പറഞ്ഞിട്ടുള്ള വാദഗതികൾ അന്നേ മറുപടി പറഞ്ഞു പോയിട്ടുള്ളതാണ് സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ളതാണ് എനിക്ക് പിണറായി വിജയൻ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നിലപാട് സ്വീകരിച്ച് ഇദ്ദേഹത്തിൻ്റെ പുറകെ കൂടി ഇദ്ദേഹത്തിനെ പിന്നെ ഹിംസിച്ച് കളയാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളായിട്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ അതിനുശേഷമോ പിന്നീടോ ഈ കേസ് വരുന്നതുവരെ ആരെങ്കിലും ചിത്രീകരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇപ്പോൾ ഈ കേസ് വരുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. സ്വാധീനമുണ്ട്. ഇനിയിപ്പോൾ ഈ CPM-കാരിൽ കുറച്ചുപേരെ അതിനകത്ത് കുടുങ്ങുകയും ജയിലിൽ പോവുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇത് തന്ത്രിയിൽ വെച്ച് അങ്ങ് അവസാനിപ്പിക്കാൻ ഒരു തീരുമാനം SIT എടുത്തോ? അതിന് ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ എന്ന് സംശയിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തി. ആര് ആര് ശ്രീകുമാർ സാർ, N. ശ്രീകുമാർ. അല്ലാതെ അദ്ദേഹം സ്വാഭാവികമല്ലേ? പ്രിയപ്പെട്ട ശ്രീകുമാർ അങ്ങനെ പറയുന്നതിൽ അസ്വാഭാവികത യാതൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിലാണ് എനിക്ക് സംശയം തോന്നുന്നത്. എന്ത് പറ്റി ഇദ്ദേഹത്തിനെന്ന് എനിക്ക് സംശയം തോന്നും. പിന്നെ അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ കേൾക്കുന്ന ആൾക്കാർക്കും അദ്ദേഹം സംശയം തോന്നുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ഒരു പ്രശ്നത്തിൽ അത് ഏത് പ്രശ്നവുമായിക്കോട്ടെ, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ മെറിറ്റിലാണോ ചർച്ച ചെയ്യുന്നത്, അതോ ആ വിഷയത്തിന് നമ്മൾ ആരോപിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്സിലാണോ അതിനെ കാണേണ്ടത് എന്നുള്ള പ്രശ്നം വരും. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇത് രണ്ടും വേണം. അതിൻ്റെ പൊളിറ്റിക്സും വേണം, ആ ഇഷ്യൂവിൻ്റെ മെറിറ്റ് ബേസ് എന്നുള്ള ആ ഒരു ചുമതലയും നിർവഹിച്ച് പോകണം. അത് രണ്ടും കൂടെ ചേർത്താണ് അദ്ദേഹം പറയുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെ അത്ര വലിയ പിന്നെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ലെങ്കിലും ചോദ്യം തന്നെയാണല്ലോ. അത് വെറുതെ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകാൻ കഴിയില്ലല്ലോ. ഇവിടെ ആരെ രക്ഷിക്കാനാണ് ഇവിടെ ശ്രമം? ഇപ്പോഴും ആരോപിക്കുന്നത് എന്താണ്? പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗമാണ്, ഇപ്പോഴും അയാളെ ആ സ്ഥാനത്തു നിന്ന് മാറ്റുന്നില്ല, ജയിലിൽ കിടക്കുന്ന ആളല്ലേ എന്നുള്ളതാണല്ലോ ഇപ്പോഴും ആരോപണം CPM-ന് നേരെ ഉയർത്തുന്നത് എല്ലാവരും. അതാണല്ലോ ഇപ്പോഴത്തെ ആരോപണം അത് തന്നെയാണല്ലോ. പക്ഷേ CPM സ്വീകരിച്ചിട്ടുള്ള നിലപാട് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. ചാർജ് ഷീറ്റ് വരുമ്പോൾ എന്താണെന്ന് അറിയട്ടെ, എന്നിട്ടാണ് ഞങ്ങളുടെ നടപടി ഉണ്ടാകുന്നത്, അത് നിങ്ങളപ്പോൾ കണ്ടോളൂ എന്നുള്ളതാണ് നിലപാട്. അപ്പോൾ അതിൻ്റെ അകത്ത് ശ്രീകുമാർ പറയുന്ന ആ വാദഗതി അതോടുകൂടി തന്നെ പിന്നെ എന്താണ് പറയുന്നത്, അവിടെ അപ്രസക്തമാവുന്നുണ്ട് ഒരു പരിധി വരെ. ബാക്കി ഒരു പരിധി അവിടെ നിൽക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തന്ത്രിയുടെ പുറകെ കൂടിയിട്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നയിക്കുന്നത് സംസ്ഥാന സർക്കാരില്ല, ഏത് സർക്കാർ ഭരിച്ചാലും ശരി. അവർ ഓട്ടോണമസ് ബോഡിയാണ്. പിന്നെ പിണറായി വിജയനോ CPIM-നോ ഇദ്ദേഹത്തിൻ്റെ പുറകെ കൂടേണ്ട യാതൊരു കാര്യവുമില്ല. അത് വസ്തുതയാണെന്നിരിക്കെ പിന്നെ എന്തിനാണ് വീണ്ടും മുഖ്യമന്ത്രിക്കും CPIM-നും വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പുറകെ ഇങ്ങനെ കൂടി SIT ഇദ്ദേഹത്തെ പ്രതിയാക്കിയത്? വെറുതെ അങ്ങ് പ്രതിയാക്കാൻ പറ്റുമോ? പിന്നെ ഇത്തരമൊരു കേസിൽ ശബരിമലയുടെ ചീഫ് പ്രീസ്റ്റിനെ മുഖ്യ സീനിയർ തന്ത്രി അദ്ദേഹമല്ല, വേറെ ആണെങ്കിലും അദ്ദേഹമാണല്ലോ ആക്ട് ചെയ്യുന്നത് ആ സ്ഥാനത്ത്.
അദ്ദേഹത്തെ അങ്ങനെ വെറുതെ അങ്ങ് പ്രതിയാക്കി ജയിലിലടയ്ക്കാൻ കഴിയും ആർക്കെങ്കിലും? അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുമോ? CPIM എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ഇല്ലാത്ത, വിശ്വാസികളുടെ വോട്ട് വാങ്ങാതെ അധികാരത്തിൽ വരുന്നൊരു പാർട്ടിയാണോ? അല്ലല്ലോ. ദശലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള പാർട്ടി തന്നെയാണെന്ന് CPIM-ഉം. അവർക്കും വിശ്വാസികളുടെ വികാരം മാനിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് മാനിച്ചും ആ ഉത്തരവാദിത്വം നിറവേറ്റിയും തന്നെയാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഓരോ അറസ്റ്റിലും അവരും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നന്നായി പ്രഷർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നിയമത്തിൻ്റെ വഴിക്കേ പോകാൻ കഴിയൂ, അതങ്ങനെ തന്നെ ചെയ്യുകയുമുള്ളൂ. അതിൻ്റെ അകത്ത് പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തുന്നതായിട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്, ദേവസ്വം ഡിവിഷൻ ബെഞ്ചിന് ആരോപണമില്ല. പക്ഷേ നേരത്തെ രാഹുൽ ഈശ്വർ അദ്വൈതത്തിലെ പാട്ടും വ്യാഖ്യാനവും ഒക്കെ നടത്തുകയുണ്ടായല്ലോ ബദറുദ്ദീൻ്റെ ജാമ്യവിധിയുമായി ബന്ധപ്പെട്ട്. ബദറുദ്ദീൻ അല്ലല്ലോ ഈ കേസ് പിന്നെ സുവമോട്ടോയായിട്ട് കേസെടുത്തതും പിന്നെ ഈ SIT-യെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതൊന്നും ബദറുദ്ദീൻ്റെ സിംഗിൾ ബെഞ്ചല്ല, മറിച്ച് രാജാ വിജയരാഘവൻ്റെയും KV ജയകുമാറിൻ്റെയും ദേവസ്വം സ്പെഷ്യൽ ബെഞ്ചാണ്. ഈ മറ്റ് ഇതുവരെ പുറത്തിറങ്ങുന്നവരിൽ 6ാമത്തെ ആളാണ് തന്ത്രി കണ്ഠരര് രാജീവർ. പക്ഷേ ബാക്കി എല്ലാവർക്കും സ്വാഭാവിക ജാമ്യം, അതായത് കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ 90 ദിവസം ജയിലിൽ കഴിഞ്ഞതിൻ്റെ പേരിൽ സ്വാഭാവിക ജാമ്യം കിട്ടിയപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരുടെ കാര്യത്തിൽ തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ വിശ്വാസ്യതയിലും അവരുടെ അന്വേഷണത്തിനും യഥാർത്ഥത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയല്ലേ? താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിൽ ഭാഗികമായി യോജിക്കും ഞാൻ. പിന്നെ SIT-യുടെ വിശ്വാസ്യതയിലല്ല, അന്വേഷണത്തിൽ ഭാഗികമായൊരു പ്രതിസന്ധി അത് പിന്നെ ഉളവാക്കുന്നുണ്ട്, ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഭാഗികമായി ഞാൻ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. വിശ്വാസ്യതയിൽ നിന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്, കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമാക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെയാണ്. ഞാൻ അതിനെയാണ് മുഖവിലയ്ക്ക് തന്നെ എടുക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ശരിയായ വഴിയിൽ തന്നെയാണ് അന്വേഷണം മുമ്പോട്ട് പോകുന്നത്. അതിന് ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ വേണ്ടത് ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങളാണ്. അതിന് മെറ്റലർജിക്കൽ ലാബിലേക്ക് പോയി ആ പരിശോധനാ ഫലങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പിന്നെ സമയം നീട്ടിക്കൊടുത്തിരിക്കുന്നത്. പക്ഷേ താങ്കൾ പറഞ്ഞ ഈ പ്രശ്നമുണ്ട്, അവരൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട് പിന്നെ SIT-യുടെ അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ എന്നുള്ളത് വസ്തുതാപരമാണ്. അതുമല്ല, യാതൊരു തെളിവുമില്ല എന്നൊരു കോടതി പറയുമ്പോൾ, ജാമ്യം നൽകുന്ന കോടതി തന്നെ അങ്ങനെ പറയുന്നത് അത് ട്രയലിനെ ബാധിക്കും എന്നുള്ളൊരാശങ്ക ഒരു സാധാരണ പൗരനായി എനിക്കുണ്ട്. എൻ്റെ നിയമസാക്ഷരതയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒരു നമ്മുടെ ലീഗൽ ലിറ്ററസിയിൽ അങ്ങനെയാണ് എനിക്ക് തോന്നുക. അത് പിന്നെ ട്രയലിൽ അത് പിന്നെ ഒരു മോശം പരാമർശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കോടതി അങ്ങനെ പറഞ്ഞത്. അത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഞാൻ മുമ്പേ സൂചിപ്പിച്ച ശ്രീകുമാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യ ഉത്തരവിലും ഇതേ പ്രയോഗം കോടതി നടത്തുന്നുണ്ട്, ഈ വിജിലൻസ് കോടതി നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കോടതി നടത്തുന്നുള്ളത് നമുക്കത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.